6500 LED സാധനം എന്താ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ. മോഡലിൻ്റെ പേരെന്ന് പറയുന്നത് റേസ്. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞുതരാം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ഇതാ മറ്റൊരു കിഡിലും വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇപ്പം നമ്മുടെ ബൈക്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് CT100 കമ്പനി എന്ന സ്റ്റോക്ക് ബൾബാണ് കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇത് വെറുതെ എന്തിനോ കത്തുന്നതേ ഉള്ളൂ, ഒരു വെട്ടവും നമുക്ക് റോഡിൽ അടിക്കുന്നില്ല. അത് മാത്രമല്ല, പക്ഷേ വേറൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് പാസ് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബ്രൈറ്റ് അടിക്കുകയാണെങ്കിൽ കണ്ണിൽ എതിരെ വരുന്ന ആളുടെ കണ്ണിലടിക്കുന്നതിന് നല്ല ബ്രൈറ്റ് ആട്ടോ. പക്ഷേ നമുക്ക് റോഡിൽ വെറുതെ എന്തിനോ വേണ്ടി കത്തുന്ന പോലത്തെ ഒരു ബൾബാണത്. അപ്പോൾ എന്താ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം എന്താ നമ്മൾ R15 യൂസ് ചെയ്തിരിക്കുന്ന സെയിം ബൾബ് തന്നെ നമ്മൾ CT100 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഐറ്റം കേട്ടോ, ഫിലിപ്സിൻ്റെ LED HS1 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇതാണ് ഫിലിപ്സിൻ്റെ ബൈക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് മോഡൽ കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമൂന്ന് പ്രത്യേകതകളുണ്ട്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ HID പോലല്ല, അധികം ബാറ്ററി കൺസ്യൂം ചെയ്യത്തില്ല, കുറച്ച് ബാറ്ററിയെ പിടിക്കത്തുള്ളൂ. അത് മാത്രമല്ല ഇതിൻ്റെ വില എന്ന് പറയുന്നത് 675 കേട്ടോ. പിന്നെ മാക്സിമം കിട്ടാവുന്ന ഇപ്പോൾ നമുക്ക് 6500 കെൽവിനാണ് ഇതിൻ്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മൾ വെച്ചിട്ട് നമ്മൾ ബൈക്കിൻ്റെ ഇത് ഫിറ്റ് ചെയ്തിട്ട്, അതായത് വെച്ചിട്ട് ബൈക്കിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ഇതിൻ്റെ ഫോക്കസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. കറക്റ്റ് ഫിറ്റിയിൽ നമ്മൾ അടിച്ച് നോക്കണം ഇത് കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇതിലിപ്പോൾ നമ്മൾ കമ്പനി കൊണ്ട് ബൾബ് ചേഞ്ച് ചെയ്ത പക്ഷേ നമ്മൾ ഫോക്കസ് നോക്കിയില്ല, അതുകൊണ്ട് നമുക്ക് ഡിം ഇട്ടിന് ഒരു വകയും കാണാൻ പറ്റില്ല കേട്ടോ. വെറുതെ കത്തുന്ന പോലെ കത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടി. അടുത്ത രണ്ടാമത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ഫ്രണ്ട് ടയർ, നമ്മൾ ബൈക്കിൻ്റെ പുതിയൊരു ഫ്രണ്ട് ടയർ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബൈക്കിൽ നമ്മൾ ഇന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ടയർ കേട്ടോ. ഈ ഒരു മോഡലിൻ്റെ പേരെന്ന് പറയുന്നത് റേസ് ട്രൂപ്പ് R എന്നാണ് കേട്ടോ ഈ ഒരു മോഡലിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് ആൾറെഡി ഒരു റിബ് പാറ്റേൺ ഉണ്ട്. റിബ് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടുക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പണ്ടത്തെ സൈക്കിളിലും ബുള്ളറ്റിലൊക്കെ കാണുന്ന വര പാറ്റേൺ, സാധാ ബൈക്കിലൊക്കെ കാണുന്ന ആ ഒരു പാറ്റേൺ. എന്നാൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് പാറ്റേൺ ഉണ്ട്. ബ്ലോക്ക് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ കട്ട ടയർ ആയിരിക്കുമല്ലോ, ആ ഒരു സാധനത്തിനാണ് ബ്ലോക്ക് പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മുടെ ബാക്കിലുണ്ടോ ഇത് അത്ര ബ്ലോക്ക് പാറ്റേൺ അല്ലെങ്കിലും ഇതിപ്പോൾ ഇട്ടേക്കുന്ന നമ്മൾ C8ൻ്റെ ടയറാണ് ബാക്കിൽ. അപ്പോൾ ഇതൊരു ബ്ലോക്ക് പാറ്റേൺ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നൊരു ഐറ്റമാണ് നമുക്ക് വന്നെങ്കിൽ ഫ്രണ്ടിൽ അത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റും, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാൻ പറ്റും. പിന്നെ അടുത്ത നമ്മുടെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ കാർബറേറ്റർ ക്ലീനറാണ്, അത് നമുക്ക് പെട്രോൾ പമ്പിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഓർഡറിലോട്ട് പോകണം. A few minutes later. നമ്മുടെ ഫ്രണ്ട് ടയർ നമ്മൾ ട്യൂബിൽ നിന്ന് ട്യൂബ്ലെസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ട്യൂബ് ഓൾറെഡി തന്നിട്ട് നമ്മുടെ പഴയ ട്യൂബാണ്. അപ്പോൾ ഈ പഴയ റിം എടുത്തിട്ട് ഇവിടെയൊക്കെ ക്ലാവ് ഉണ്ട്, അത് സാൻഡ് പേപ്പർ വെച്ച് നല്ലോണം ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു കുറ്റി ഉണ്ടല്ലോ എയർ അടിക്കുന്നത്, ആ ഒരു കുറ്റിയും കൂടെ ചേഞ്ച് ചെയ്യേണ്ടേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല കേട്ടോ നമുക്ക് ട്യൂബ്ലെസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ നമ്മുടെ ഓൾറെഡി റിമ്മും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മുടെ CT100 ട്യൂബിൽ നിന്ന് ട്യൂബ്ലെസ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ടയർ ഇതാണ്ട് റൈസിൻ്റെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നൈസ് ലുക്ക് ആയിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് ഓടിക്കഴിഞ്ഞാലേ നമുക്ക് ഫുൾ അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് ട്യൂബ്ലെസ്സിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ കുറ്റി ഒന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ ഈ റിമ്മിനകത്തുള്ള ക്ലാവ് എല്ലാം നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് പിടിച്ച് സെറ്റാക്കണം. അത്രയും പരിപാടി ഉള്ളൂ കേട്ടോ. 200 രൂപയുടെ കേസേ ഉള്ളൂ. ഇപ്പോൾ നൈസ് ആയിട്ടുണ്ട്, വണ്ടി ലുക്കേ മാറിയിട്ടുണ്ട്. ബാക്ക് ടയർ റൈസിൻ്റെ ആയിരുന്നെങ്കിൽ കിടിലായിരുന്നു തന്നെ. ബാക്ക് ടയർ നമുക്ക് റൈസിൻ്റെ തന്നെ ഫുൾ ബ്ലോക്ക് പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു ഹിമാലയനിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു യെല്ലോ ടയർ അല്ലേ ഈ എക്സ്പൾസിലൊക്കെ ഉള്ള ടൈപ്പ്, ആ ഒരു ടൈപ്പുള്ള ഒരു ലുക്ക് ഒരു പാറ്റേൺ കിട്ടിയാണ്. അടിപൊളി. അപ്പോൾ എന്താ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബൾബ് ചേഞ്ച് ചെയ്യണം കേട്ടോ. ഫ്രണ്ട് നമുക്ക് ഹെഡ്ലൈറ്റ് LED മാറ്റണം. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോകാം. ഓർഡറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നേരെ പോയി ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്യാം. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ വണ്ടി ഓടിക്കുമ്പോൾ. ഒരു പിടുത്തം ഉണ്ടല്ലേ, പിടുത്തമല്ല മറ്റേ നമ്മൾ മൊട്ട ടയർ ഓടിച്ചിട്ടേ ഇത് ഓടിക്കുമ്പോൾ ഒരു പ്രത്യേകത കേട്ടോ. വേറെ ഒന്നുമല്ല, വണ്ടി ഒരു ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, തറയിലോട്ട് പിടിക്കുന്ന പോലെ ആ ഒരു പിടുത്തമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേ നമ്മളിങ്ങനെ ഇങ്ങനെ തെന്നി കളിക്കുമായിരുന്നു കേട്ടോ, വള്ളം പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. വെട്ടിക്കാൻ എളുപ്പം അതാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ സേഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല തറയിലോട്ട് പിടിച്ചിരിക്കുന്നുണ്ട് ടയർ.
LED സാധനം എന്താ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഇപ്പോൾ രാത്രി നമുക്ക് റോഡിൽ ഓടിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ എത്ര വെട്ടമുണ്ടെന്നാണ്. പാസ്സാണ് ഇപ്പോൾ നമ്മൾ അടിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ സെറ്റാക്കി മൊത്തത്തിൽ സൂപ്പറാക്കി കേട്ടോ. അപ്പോൾ എന്താ നമ്മളിപ്പോൾ സമയം ഇപ്പോൾ 6 മണിയായി. ലോഗിൻ ചെയ്തിട്ടേക്കാണ്. ഒരു ഓർഡർ ഇപ്പോൾ വരുമെന്ന് എന്തായാലും പ്രതീക്ഷിക്കുന്നു. അപ്പോഴത്തേ നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം, പിന്നെ ക്ലച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാർബറേറ്ററിന് സാധനം കൂടെ ഒഴിക്കണം കേട്ടോ. അതിപ്പോൾ തന്നെ എന്തായാലും ഒഴിക്കുക. ഇനി സമയം കളയണ്ട. നമുക്ക് നേരെ എന്തായാലും വർക്ക്ഷോപ്പിലോട്ടൊന്ന് പോകാം. നമ്മുടെ R15 അവിടെ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ബൈക്ക് ഇപ്പോൾ എന്തോ അവസ്ഥ നോക്കട്ടെ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ R15 കുറച്ച് നാൾ എൻജിൻ സൗണ്ട് കേട്ടത് കുറച്ച് അത്യാവശ്യം നല്ലൊരു മെയിൻ വർക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് കേട്ടോ. ഇനിയും കുറച്ച് ദിവസം എടുക്കുമെന്നാണ് കൊല്ലത്ത് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വർക്ക്ഷോപ്പിലോട്ട് പോകാം. ഞാനിപ്പോൾ ഫ്രണ്ട് ടയർ മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുമ്പോൾ ഒരു പിടുത്തം പോലെ ആണോ? ആ ഗൈസ്, അപ്പം എന്താ ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാ വണ്ടി ഓടിക്കാമെന്ന് റെഡി. അതായത് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് പെട്ടെന്നൊരു ഷൂസ് ഇടുന്ന പോലെയാണ്. നമ്മൾ പുതിയൊരു കട്ടയുള്ള ടയർ ഇട്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത്. എന്തായാലും കുറച്ചും ഓടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് പറയാൻ പറ്റും. ഞാൻ ഒന്ന് പേടിച്ചിരുന്നേ നമ്മൾ ഈ പുതിയ ടയർ പണി ആയോ. എന്തായാലും നമുക്ക് പോയി നോക്കാം കുറച്ച് ദൂരം. ഇപ്പോൾ ഒന്നും കൂടെ സെറ്റായ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ മനസ്സിൻ്റെ ആണെന്ന് തോന്നുന്നത്. മെക്കാനിക്ക് അങ്ങനെ പറഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്നവരെ ഞാൻ വിചാരിച്ചു എന്തോ ഒരു ഭയങ്കര പിടുത്തം പോലെ, എന്തോ ഒരു കംപ്ലൈൻ്റ് ഉള്ള പോലത്തെ ഒരു ഫീലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറി തുടങ്ങി. ഫൈനലി സമയം 6 മണി കഴിഞ്ഞിട്ടോ. അത്ര 6:42 എൻ്റെ മോനെ ഇതുവരെ ഇരുട്ടിയില്ലല്ലോ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന റെയിൽവേ പാളമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നോർമലി ഓർഡറൊക്കെ കിട്ടാത്ത സമയത്ത് ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ മെയിൻ സാധനം കൂടെ വണ്ടിയിലോട്ട് ഒഴിക്കാം. അതുകൊണ്ട് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. വണ്ടി ഇപ്പം മൊത്തത്തിൽ ആൾമോസ്റ്റ് സെറ്റായി. നമ്മളിവിടാണ്ട് അപ്പുറത്തെ സൈഡ് നമ്മുടെ എഴുകോൺ ടർഫാണ് കേട്ടോ, സ്കൂളിൻ്റെ. അതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതും കൂടെ ഉള്ളൂ നമ്മുടെ വണ്ടിയുടെ. ഇതും കൂടെ കഴിയുമ്പോൾ നമുക്കൊരു ആ ഒരു മനസ്സുഖം കിട്ടത്തുള്ളൂ കേട്ടോ, ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതും കൂടെ നമുക്ക് നേരെ നമ്മുടെ ഫ്യൂൽ ടാങ്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സാധനം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് ലിക്വിമോളി അറിയാത്തവർക്ക് മിക്കവാറും അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല. അതിൻ്റെ ജർമ്മൻ സാധനം കേട്ടോ. അപ്പോൾ ഇത് അഡിക്റ്റീവ് ഷൂട്ടർ എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്, ഫ്യൂവൽ സിസ്റ്റം ക്ലീനർ. അപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊന്ന് ഷേക്ക് ചെയ്യുക, തുറന്നിട്ട് നമ്മൾ വണ്ടിയുടെ ഫ്യൂവൽ ടാങ്കിലോട്ട് ഒഴിച്ചെടുക്കുക. അതിന് മുന്നേ നമ്മൾ വണ്ടി ഫുൾ ടാങ്ക് അടിക്കണം. ഫുൾ ടാങ്ക് പെട്രോൾ ചെയ്ത് ഒഴിക്കാവും കേട്ടോ. കാരണം ഫുൾ സിസ്റ്റം നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഈ ഒരു സെയിം സാധനം തന്നെ നമ്മൾ കാറിലും അതേപോലെ നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടറുള്ള ബൈക്കിൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 250 സംതിങ് കണ്ട നല്ല വിലയുള്ള സാധനമാണ് കേട്ടോ. ഇത് MRP എടുത്തേക്കുന്നത് 353 അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മുടെ അതായത് കാർബറേറ്റർ ഐസ് ആവുമോ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇഞ്ചക്ടർ ആണെങ്കിൽ ഇഞ്ചക്ടറിനകത്തുള്ള അഴുക്കും കാര്യങ്ങളും ആ ഒരു കരടും കാര്യങ്ങളെല്ലാം പോയിട്ട് പിസ്റ്റൻ്റെ നമ്മളെ സ്പ്രേ ചെയ്യുന്നകത്ത് ആ നീഡിൻ്റെ ആ ഹെഡെല്ലാം ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മൾ ഒഴിക്കുന്നത്. ഇത് ഫുൾ സയൻറ്റിഫിക് ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ പ്രവൃത്തിയെല്ലാം ഫുള്ള്, അതായത് എഞ്ചിനകത്ത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ലോങ് ട്രിപ്പൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒറ്റ ടാങ്കിൽ ഒഴിച്ചിട്ട് ഇത് ഒഴിച്ചിട്ട് ഓടുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടാങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്ത് തീർക്കുക. ഇപ്പം തുറക്കാം എന്തായാലും. ഇത് നമ്മൾ തുറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് തുറക്കുക. എന്നിട്ട് അതിനകത്തൊരു റിങ് ഉണ്ട് കേട്ടോ. ഇത് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഒന്നും കൂടെ ഷേക്ക് ചെയ്യുക നല്ലോണം. കണ്ണിലൊന്നും വീഴില്ല കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. പെട്രോളിനേക്കാൾ വിഷമാണെന്ന് പറയാൻ പറ്റുമോ, പക്ഷേ മാരകമായൊരു സാധനമാണ്. കണ്ടോ ഐറ്റം, ഇതാണ് ഐറ്റം. ഒരു ആപ്പി ഫിസിൻ്റെ ഒക്കെ കളറാണ് കേട്ടോ. ഇത് നേരെ നമ്മൾ ടാങ്കിലോട്ട് ഒഴിച്ചെടുക്കുക. നമ്മൾ ഓൾറെഡി ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ പെട്രോളിലോട്ട് ഡയറക്റ്റ് അങ്ങ് ഒഴിക്കുക കേട്ടോ. സൂപ്പർ. ഇനി വേണം നമ്മുടെ പെർഫോമൻസ് അറിയാൻ. കാർബറേറ്റർ മിസ്സിങ് മാറും, കാർബറേറ്റർ ഫ്രീസിങ്ങോ ഐസിങ് എന്ന് എന്താണ്ടാ പറയുന്നത്. അപ്പം എന്തായാലും ഫ്യൂൽ ഇഞ്ചക്ടറിനും കാർബറേറ്ററിനും രണ്ടിനും ഒരേ ഐറ്റം തന്നെ കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ കാർബറേറ്റർ ആയതുകൊണ്ട് സാധനം കിട്ടാൻ പാടായിരിക്കുന്നു, പക്ഷേ സെയിം സാധനം തന്നെയാണ്. ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഞ്ചിനകത്തുള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ പോകാനും നല്ല കേട്ടോ. കൊറോഷൻ ഒരു ഓർഡർ വന്നിട്ടുണ്ടല്ലേ, എവിടെയാണെന്നോ എന്തോ. വണ്ടി ഓഫായി. എഴുകോൺ ലക്ഷ്മി തന്നെ.
ഇനി വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ, നമ്മുടെ വണ്ടി ഓഫ് ആവാതെ നോക്കണം. കുറച്ച് നേരത്തേക്ക് ഓണാക്കി വെച്ചാൽ സീനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടാങ്ക് സാധനം ഇത്രയും ടാങ്ക് നിറച്ച് അടിക്കാൻ പാടില്ല പെട്രോൾ. എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയാം. അങ്ങനെ നിങ്ങൾ നിറച്ച് കയറ്റി അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓണാകാൻ വലിയ പാടായിരിക്കും. ഇപ്പോൾ പെട്രോൾ ബൈക്കൊക്കെ ആയതുകൊണ്ട്, കാറൊക്കെ ആണെങ്കിൽ ഡീസലൊക്കെ ആണെങ്കിൽ പിന്നെ ഭയങ്കര പാടായിരിക്കും ഓണാവാൻ. പെട്രോൾ വണ്ടി എത്താൻ പ്രശ്നമില്ല. അപ്പോൾ അല്ലേ കുറേ പെട്രോൾ പിന്നെ ഊറ്റിയൊക്കെ കളയേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും നിറച്ച് വക്ക് കയറ്റി അടിക്കരുത്. കാരണം ഫ്യൂവലും ഓക്സിജനും തമ്മിൽ മിക്സ് ആയാലേ ഇത് വർക്ക് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ എയർ നിൽക്കാൻ കുറച്ച് സ്ഥലം വേണം, അതൊരു പ്രത്യേകത. പക്ഷേ അതാണ് നിൽക്കാൻ സ്ഥലം വേണം. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഒരു കാരണവശാലും നിറച്ച് കയറ്റി അടിക്കരുത് പെട്രോൾ. പിന്നെ വണ്ടി സ്റ്റാർട്ടാകാൻ പാടായിരിക്കും. ഇപ്പം നമ്മൾ അത്ര അടിച്ചിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും വണ്ടി അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ, ധൈര്യത്തിലങ്ങ് ഓഫ് ചെയ്തേ. ഇനി സ്റ്റാർട്ടാവാതിരിക്കുമോ എന്തോ. ബ്രോ സ്പൈസി ഹാഫേനാ സ്പൈസി കഴിച്ചപ്പോൾ എന്താ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. വൈകിട്ടത്തെ സ്പൈസി ഹാഫ് അൽഫാമാണ് ഐറ്റം. സാധനം എന്താ പിക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടാകൂടെ, സ്റ്റാർട്ടായി. അടിപൊളി കഴിച്ചപ്പോൾ എന്താ നമ്മുടെ ഫസ്റ്റ് ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു 500 രൂപയെങ്കിലും തയ്ക്കാൻ പറ്റിയ നൈസായിരിക്കും. ഇന്നലെ ഓർഡറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. സമയം ഇപ്പോൾ ഏകദേശം 6:51 കേട്ടോ, 7 മണിയാവുന്നു. പക്ഷേ ഇന്ന് നല്ല വെളിച്ചമുണ്ട് കേട്ടോ, അത്ര പെട്ടെന്ന് ഇരുട്ടിയിട്ടില്ല. നമുക്ക് ഇവിടുന്ന് നേരെ പുത്തൂർ ചീരങ്കാവ് റോഡാണ് പോകാനുള്ളത്. എഴുകോണെന്ന് 6.5 കിലോമീറ്റർ കേട്ടോ, 12 മിനിറ്റ് കാണിക്കുന്നത് ലൊക്കേഷനിലോട്ട്. നമുക്ക് എന്തായാലും വേറെ ലൊക്കേഷനിലോട്ട് വിടാം. ചേച്ചി വീണ അല്ലയോ? ആ അതാണ്ട്, താങ്ക് യു ചേച്ചി. അടിപൊളി. അപ്പോൾ എന്താ നമ്മൾ ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഓർഡറാണ് കേട്ടോ. 7 മണിയായിട്ടുണ്ട് സമയം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു കമൻറ്റിൽ കണ്ടു കേട്ടോ, നമ്മുടെ പുതിയ സ്കീമിലോട്ട് മാറിയതിന് ശേഷം ലോങ് കിട്ടിയാൽ പൊളിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ അത് സത്യമാണ്, 100% കറക്റ്റാണ് കേട്ടോ. പുതിയ സ്കീമിലോട്ട് വന്നിട്ട് നമുക്ക് ലോങ് കിട്ടുവാണെങ്കിൽ അത്യാവശ്യം 60% ഓർഡർ മിഷനാണ് കറക്റ്റാണ് കേട്ടോ. നമുക്ക് നല്ല രീതിക്ക് സ്വിഗ്ഗി പറയുന്ന കാര്യങ്ങളൊക്കെ, സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും വെറുതെ പറയുന്നതല്ല, നമുക്ക് അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളെല്ലാം കൂടിയിട്ടുണ്ട്. നോർമൽ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പുതിയ ചാർട്ടിലോട്ട് മാറിയവർക്ക് ലോങ് കിട്ടിക്കാൻ അത്യാവശ്യം നല്ല ഏണിങ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെയുള്ള കവല റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മുടെ ഇവിടോട്ട് ഈ സോണിലേക്ക് ലാസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇതാണ് കേട്ടോ. ഇതിനപ്പുറത്തോട്ട് നമുക്ക് വേറെ റെസ്റ്റോറൻറ്റ് ഒന്നുമില്ല കൊട്ടാരക്കര സോണിൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുണ്ട്രയുള്ള ഹോട്ടൽസും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ആ കവലയിലെത്തിയേക്കാണ് ഓർഡർ കിട്ടാൻ. സെൽഫി ചോദിച്ചിട്ടുണ്ടല്ലോ. ചോദിച്ചപ്പോൾ എന്താ നമ്മുടെ ഐറ്റം പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു മിനി ഓർഡർ കിട്ടിയതാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ 20. എന്തായാലും നമ്മൾ ചീരങ്കാവിൽ നിന്ന് എഴുതുകൊണ്ട് കൊണ്ടുവന്നു ഹോസ്പിറ്റൽ. ഇതിവിടെ അടുത്ത് തന്നെ കൊടുക്കാം. ESIC 1 കിലോമീറ്റർ. എന്തായാലും ഓർഡർ ഡെലിവറി കിട്ടുമ്പോൾ ഇല്ല കേട്ടോ, 20 രൂപയാണ് നമ്മൾ എനിക്ക്. ഇപ്പോൾ ടോട്ടൽ എത്ര? 2 എണ്ണം 98 രൂപ. കുഴപ്പമില്ല. 1 മണിക്കൂർ 100 രൂപ വെച്ചാണ് നമ്മുടെ മിനിമം ആവറേജ് പോകുന്നത്. ഒരു പരിവായി. ഡബിൾ ഓംലെറ്റ്. വിശന്ന് പോയി. നമ്മൾ 4 ദോശയും ഒരു ഡബിൾ ഓംപ്ലേറ്റും കഴിച്ചു, ഒരു ബൂസ്റ്റും. 8002 അല്ലെങ്കിൽ ഉണ്ടല്ലേ, വിശപ്പ് ഒരു രക്ഷയില്ല. അതിൻ്റെ കൂടെ നമ്മൾ ഫുഡും കൂടെ ഡെലിവറി ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മളെ വയറും കത്തിക്കരിഞ്ഞിരിക്കുക. ഓരോ സ്ഥലത്ത് ചെന്ന് ഓരോ കിടില സാധനങ്ങൾ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. നമുക്ക് വിശന്നിട്ട് വയ്യാതാൻ. അതൊരു വല്ലാത്ത അവസ്ഥ. കഴിക്കാനായിട്ട് സമയം കിട്ടുമോ അതുമില്ല, അതാ പ്രശ്നം. അടിപൊളി ചൂട് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. 2203 ആതിര അല്ലയോ? ഇഷ്ടം 3 കഴിഞ്ഞിട്ട് വേറെ 3ാമത്തെ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തത്. 34 രൂപയാണ് നമ്മുടെ ഏണിങ്സ്. ഇനിയിപ്പോൾ സമയം 2 മണിക്കൂറായിട്ടോ. ടോട്ടൽ ഇപ്പോൾ 2 മണിക്കൂറായി നമ്മൾ ഓൺ ചെയ്തിട്ടിട്ട്. ഇനി ഒരു ലോങ് ഓർഡർ മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു നഷ്ടം നമുക്ക് നികത്താൻ വേണ്ടി. നോർമലി അങ്ങനെയാണ് വരുന്നത്, ഉറപ്പൊന്നുമില്ല. അടിപൊളി കഴിച്ചാ 75ൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ആര്യാസിന്ന്. ഇപ്പോഴാണ് ഒരു മെനയുള്ള ഒരു ഓർഡർ വന്നു കേട്ടോ.
നമ്മുടെ ഈ ആര്യാസിലെ ടെക്നിക്ക് എന്തുവാണെന്ന് അറിയത്തില്ല. എപ്പോൾ വന്നാലും ആര്യാസിലെ കാര്യത്തിലൊരു ഡൗട്ട് വേണ്ട, 100% സാധനം പെർഫെക്റ്റ് ടൈമിങ് കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് ടെക്നിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഇവിടെ സ്ഥിരം പോകുന്ന മസാല ദോശ ഐറ്റംസ് അല്ലേ, എപ്പോഴും ഐറ്റംസ് എല്ലാം റെഡി ആയിരിക്കും, അതായിരിക്കും കാര്യം. ഇത് തന്നെ എല്ലാ കടയ്ക്കും ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ബിരിയാണിയൊക്കെ നോർമലി എല്ലാ കടയിലും എപ്പോഴും വരുന്നതാണ്. പക്ഷെ ഒരിക്കലും ആരും പാക്ക് ചെയ്ത് വെക്കണം നമ്മൾ പറയത്തില്ല, പക്ഷേ ഐറ്റം പോലും പ്രിപ്പയർ ചെയ്യാറില്ല ചില കടകളിൽ. ഇപ്പം ഓർഡർ വന്നതിന് ശേഷം ഇപ്പം പുതിയ ടെക്നിക്കാണ്, സാധനം ഉണ്ടാക്കത്തെങ്കിലും ഉള്ളൂ. അതും പൊറോട്ട പോലത്തെ ഐറ്റംസ് പോലും അങ്ങനെ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇത്രയും ഡിലേ വരുന്നത്. കിട്ടില്ല കേട്ടോ കൈസ്. 75 രൂപയാണ് നമ്മുടെ ഏണിങ്സ്. ടോട്ടൽ ടിപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾ കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ, കുറച്ച് ഉള്ളിലോട്ട് വന്ന് ഓൾറെഡി. ഇപ്പോൾ വെട്ടിക്കോലയാണ് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ. എക്സാക്റ്റ് വെട്ടിക്കോലയല്ല, പക്ഷേ വെട്ടിക്കോല ടൗണാണ്. ടൗണല്ലല്ലോ, പഞ്ചായത്ത്. നമ്മുടെ പുതിയ ബൾബിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ ഇത് ഡിമ്മാണ്, അതുകൊണ്ട് ഇത് ബ്രൈറ്റ്. ചേട്ടാ ഫ്രൂട്ട് സലാഡ്. ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ എന്താ ലോവർ കരിക്കത്തുള്ള തട്ടുകട എന്ന് പറഞ്ഞാൽ പുതിയൊരു ഷോപ്പാണ് കേട്ടോ, സ്വിഗ്ഗിൽ. അത്യാവശ്യം നമുക്ക് നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. പക്ഷേ ഇവിടെ ഇതുവരെ ഓർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്ന് നമുക്കിതാ ടോട്ടൽ 4 ഓർഡർ കിട്ടുന്നത് 207. ഒരു ഓർഡർ കൂടെ കിട്ടി നമുക്ക് 60 രൂപ ആദ്യത്തെ ഇൻസെൻറ്റീവ് കിട്ടും കേട്ടോ. പക്ഷേ ഇന്ന് ഇതാണ്ട് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഡെലിവറി ബോയ് നമ്മളിപ്പോൾ കണ്ട്. അപ്പം ആദ്യത്തെ അവർക്ക് 150 ഇൻസെൻറ്റീവ് പോലും ഇതുവരെ ആയിട്ടില്ല. എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ അടുത്ത് ഇത്ര സമയത്ത്. ഇപ്പോൾ സമയം 10 മണിയായിട്ടോ രാത്രി. അതിൻ്റെ അടുത്ത് നമുക്ക് ഓർഡറും കാര്യങ്ങളൊന്നുമില്ല, വളരെ ഷോകാണെന്നാണ്. സമയം 10 മണിയായി. നമ്മളിതാണ്ട് ലോവർ കരിക്കത്തുള്ള തട്ടുകടയുടെ ഫ്രണ്ടിൽ നിൽക്കുക കേട്ടോ. ഓർഡർ വളരെ ഷോക്കാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററാന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു പുതിയ സ്കീമിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഇൻസെൻറ്റീവ് ആകുമ്പം 207 ആ ഓർഡർ എത്ര രൂപ ഏണിങ്സ് ആണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ 100 ആണെങ്കിൽ 300, 60 രൂപ ഇൻസെൻറ്റീവ് 360. 100 ആയിരിക്കത്തില്ല, അറിയത്തില്ല, ഞാനൊരു ഊഹം പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, 11 മണി വരെ വെയിറ്റ് ചെയ്യാം എന്തായാലും. എൻ്റെ ആ സമയം 10:55 ആയിട്ടോ. ടൗണൊക്കെ ഫുൾ കാലിയാണ്, ഭയങ്കര നിശബ്ദതയും ഏകാന്തതയും, വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കടകളിലൊക്കെ ആൾക്കാരെല്ലാം കുറവാണ്. അടുത്ത നമ്മുടെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 207 ആണ് കേട്ടോ. ഭയങ്കര ശോകമാണ്. 4 മണിക്കൂർ കൂട്ടിയാൽ തന്നെ 1 മണിക്കൂറിന് 50 രൂപ വെച്ചായിട്ട് കുറഞ്ഞ കേട്ടോ. നേരത്തേക്ക് പണ്ടൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറിന് 150, 200 ഒക്കെ പോയിട്ടുള്ള സമയമുണ്ട്. പക്ഷേ ഇത് കാര്യമില്ല. ഇന്നൊരു ഓഫ് ഇച്ചിരി കുറവാണെങ്കിൽ നമുക്ക് നാളെ അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതി അതങ്ങനെ കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഓഫ് നല്ല ഓർഡർ ഉണ്ടെങ്കിൽ അടുത്ത ഓഫ് നമുക്ക് ആ കഴിഞ്ഞ ദിവസം കിട്ടിയതിന് ചിലവാകുന്ന രീതിയിലുള്ള പോക്കായിരിക്കും ചില സമയത്ത്. ഇപ്പം അങ്ങനെ കേട്ടോ. ഞാൻ ഇന്ന് പിന്നെ നമ്മുടെ ഇൻസെൻറ്റീവിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല കേട്ടോ, 60 രൂപയ്ക്ക് വേണ്ടി. കാരണം ഒന്നാതെ എല്ലാവരും കുറേ ഡെലിവറി ബോയ്സ് എല്ലാം കണ്ട് അവർക്ക് ഇൻസെൻറ്റീവ് ഒന്നും കിട്ടാത്തതുകൊണ്ട്, ഓർഡർ ഇല്ലാത്തതുകൊണ്ട് ഷോകായിട്ട് മടങ്ങിപ്പോയി. അപ്പോൾ അത് കിട്ടുന്നെങ്കിൽ, ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ അവർക്ക് പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ഇല്ലാത്ത. അപ്പോൾ എല്ലാവരും കൂടെ കിടന്ന് തള്ളിയിട്ടും കാര്യമില്ല 11 മണി വരെ. അതുകൊണ്ട് നമ്മളൊരു 10:30 തന്നെ ഭയങ്കര മടുപ്പായിരുന്നു കേട്ടോ. നമ്മളറിയാമല്ലോ ഇത്രയും എന്ന് വെച്ചാൽ നമുക്ക് 1 മണിക്കൂറിന് ഇപ്പോൾ 50 രൂപ വെച്ച് സംതിങ്ങേ ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് മടുപ്പാവും. അതുകൊണ്ട് നമ്മൾ നേരത്തെ 10:30 ആയപ്പോൾ തന്നെ ഓഫ് ചെയ്തു. ഇനി ഒരു ഓർഡർ 60 രൂപയുള്ള ഇൻസെൻറ്റീവിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അത് ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ, നല്ല ആർക്കെങ്കിലും കിട്ടുന്ന അവർക്കത് ബെനിഫിറ്റ് ആവുന്നെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവിടെ നമ്മൾ നേരത്തെ ലോഗ് ഔട്ട് കിട്ടിങ്ങി പോയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കഴിച്ച ആ റൈസ് ഉണ്ടല്ലോ, നട്ട് റൈസ് എന്നോ ന്യൂട്രി റൈസ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കുക, എന്തോ വിളിക്കുന്നത് അറിയത്തില്ല ആൾക്കാർ. പക്ഷേ അവർ ഉദ്ദേശിച്ചേക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റൈസ് എന്നിട്ട് ആ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഒരെണ്ണം തിന്നതിന് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കേട്ടോ. എനിക്ക് അങ്ങനെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അത് നമ്മൾ 3 എണ്ണം കഴിച്ചു കേട്ടോ. 1 കഴിച്ച് നമുക്ക് ഇതിനു മുന്നേ ഇങ്ങനെ തന്നെയായിരുന്നു, നമുക്ക് ഒരെണ്ണം കഴിക്കുമ്പോൾ വീണ്ടും അടുത്ത് കഴിക്കണം തോന്നും. കുറേ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വിശപ്പല്ല, പക്ഷേ ഐസ്ക്രീം അല്ല, ഐസാണ് കേട്ടോ. അപ്പോൾ ആ സംഭവം പൊളിയാണ്. 20 രൂപ തൊട്ട് മാക്സിമം 30 രൂപ വരെ ഉള്ളൂ. പല ഫ്ലേവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ട്രൈ ചെയ്യണം കേട്ടോ. അത് മിക്ക സിറ്റീസിലും ഉണ്ട് കേട്ടോ. ന്യൂട്രിയസ് എന്നാണ് ആ ഒരു ഷോപ്പ്. മിക്കവാറും സ്കൂളിൻ്റെ അടുത്തൊക്കെ ഉള്ള ആയിരിക്കും അതിൻ്റെ ഷോപ്പ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വെട്ടിക്കവല എന്നുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കഴിച്ചത്. അതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഒരു വിശേഷം വീഡിയോയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്നത്തെ ദിവസം വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Beat up, bullied, and dunked